കാര്യം. ഇത് മിനിങ്ങാന്ന് ഞങ്ങൾക്ക് കാൽ വന്നിരുന്നു. ഫ്രൈഡേ തന്നെ ഫ്രൈഡേ ഡേ ബിഫോർ എസ്റ്റർഡേ, നേത്തിലല്ല മുന്താനേത്ത് വന്നിരുന്നു. അന്ത കാലിൽ தான் പ്രൊവോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോൻ്റെ ടൈറ്റിൽ തംബ്നെയിലിൽ നിന്ന് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടൻ്റാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പം ആ വീഡിയോയിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടം മാത്രമാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന വ്യക്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് തോന്നുന്ന വ്യക്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശം എന്ന് പറയും. എന്നാൽ ന്യൂട്രലിൽ നിൽക്കേണ്ട കേസാണെങ്കിൽ ഞാൻ ന്യൂട്രലിൽ നിൽക്കും. അപ്പം അതൊക്കെ ഒരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. അപ്പം ചില സമയങ്ങളിൽ ഞാൻ ചില വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ രേണുവിൻ്റെ കണ്ടൻറ് ഇടുമ്പോൾ ചില കണ്ടൻറ്റിൽ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യാം, ചില കണ്ടൻറ്റിൽ ഞാൻ രേണുവിന് എഗെയിൻസ്റ്റ് നിൽക്കാം. അതൊക്കെ ഓരോ വിഷയത്തിൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എന്നാൽ ബാലയുടെ ഒരു വിഷയം ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന 1-2 കമൻറ്റ്സ് ഞാനത് എടുത്ത് കളയലുമുണ്ട്. കാരണം ഐ ഫൈൻഡ് ഇറ്റ് ഭയങ്കര വിയേർഡായി തോന്നിയിട്ടുള്ള ഒരു കമൻസാണ്. ഞാൻ ബാലേനെ സപ്പോർട്ട് ചെയ്യുന്നു, എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെന്താ ബാലേനെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എടാ, ദിലീപിന് അഗെയിൻസ്റ്റ് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ദിലീപിന് അഗെയിൻസ്റ്റ് അതിജീവിതയുടെ കേസിൽ ഭയങ്കര അടിപൊളിയായി സംസാരിച്ച ആളാണ്. എൻ്റെ വീഡിയോൻ്റെ താഴെ വരെ എനിക്ക് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ചേച്ചിക്കായിരിക്കും കൊട്ടേഷൻ വരിക, അത് വരിക, ഇത് വരിക എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പം അത്രയും പ്രമാദമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച എനിക്ക് ഈ ബാലേൻ്റെയും ഈ ഇവരുടെ ഈ ഭാര്യമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഇത്ര പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇനി വേണേൽ നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ കടക്ക് പുറത്തിനെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത ആളാണ് ഞാൻ. അപ്പം അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നും ബാലയിലില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ യൂണിവേഴ്സിലുള്ള വ്യക്തിയായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ റിയാക്ഷൻ വീഡിയോ കയറുന്ന സമയമൊക്കെ ആയപ്പോഴേക്ക് തന്നെ ബാലേൻ്റെയും എലിസബത്തിൻ്റെയും സോഷ്യൽ മീഡിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ യൂണിവേഴ്സ് കംപ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഞാൻ ആ കേസ് കംപ്ലീറ്റ് ഇരുന്ന് റെഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്നും ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞത്, അന്ന് ഞാൻ കാണുന്നത് എന്താണ്, ഓരോ ദിവസവും എലിസബത്ത് വന്നിട്ട് ഓരോ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക. അതാണ് ഞാൻ അന്നും വന്ന് പറഞ്ഞത്, ഈ വീഡിയോ എടുത്തതിലും നല്ലതല്ലേ കോടതിയിൽ പോയിട്ടൊരു കേസ് കൊടുക്കുന്നത്, എന്നാൽ അതിനുള്ളൊരു തീരുമാനമാവില്ലേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാവരും കൂടെ കയറി ബാലേൻ്റെ സൈഡ് പിടിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു വീഡിയോ വന്ന സമയത്ത് ഞാൻ അതിൽ എലിസബത്തിനെ കുറ്റം പറയുന്ന രീതിയിൽ ഒരു കുന്ത്രാണ്ടവും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും ആ വീഡിയോൻ്റെ താഴെ വന്ന് ബാലേനെ കയറി പറഞ്ഞു എന്ന്. നിങ്ങൾ വർത്താനം കേട്ടാൽ തോന്നും ബാല എൻ്റെ കുടുംബക്കാരനോ വല്ല കൊച്ചമാവൻ്റെ മോനോ ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ചില ആൾക്കാർ. നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യും. എൻ്റെ അഭിപ്രായമായിട്ടും നിങ്ങളെല്ലാവരും യോജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയാത്ത, ഞാൻ ചെയ്യാത്ത, ഞാൻ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കമൻസ് വായിച്ച ആൾക്കാരുടെ മൈൻഡിൽ കൂടി ഇങ്ങനൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നും ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബാലയുടെയും കോകിലയുടെയും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും അതിൻ്റെ ഭാഗമായിട്ട് പല വ്യക്തികൾക്ക് കൊടുത്തിട്ടുള്ള റെസ്പോൺസ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യത്തിനോട് എൻ്റെ അഭിപ്രായം എന്താണോ അതായിരിക്കും ഞാനിവിടെ റിഫ്ലക്റ്റ് ചെയ്യുക. അതിലൊരു ചേരി പിടിക്കലോ ചേരിയാക്കലോ ഒന്നുമില്ല. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാം, എനിക്ക് ഒരുവിധം ഒരു യൂട്യൂബേഴ്സായിട്ടും വലിയ കണക്ഷനില്ല. ഞാൻ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് എൻ്റെ ഇത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിങ്ങനെ അവരുമായി കണക്ഷൻ പിടിക്കും. എനിക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും അറിയില്ല. ഇവർ പറഞ്ഞാൽ അത് ഇത് ഇല്ല മക്കളെ, ഇല്ല. നിങ്ങളില്ലാത്ത ടാഗ് ലൈൻ ഒന്നും എനിക്ക് തരല്ലേ. ഇത് പറയണമെന്ന് തോന്നി. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം ഇന്നത്തെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റീസെൻ്റ്ലി ആയിരുന്നു ബാലയുടെ വൈഫ് കോകിലയുടെ ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ സെലിബ്രേഷനുമായി വന്ന സമയത്ത് ഓഫ്കോഴ്സ് അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ അവിടെ എത്തിയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ കുട്ടി ക്ലിപ്പിങ്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പിങ്സുകളൊക്കെ കേട്ട സമയത്ത് ഇതും സംസാരിക്കണമെന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ஏண்டா என் கோடி சொத்தை எல்லாத்தையுமே கொடுத்துட்டேன் நான், எல்லாம் கொடுத்து கழிச்சு பின்னெண்டா பாப்பர் ஒண்ணும் இல்லை என்கிட்ட. എത്ര ആയിരിക്കും പറ? ഒരു 10 ലക്ഷം. അവള് ഇല്ല 10 പവൻ ഇല്ല, 10 പവൻ ഒരു 6 പവൻ, 7 പവൻ.
8 வச்சுக்கோ. ஆமா கிட்டத்தட்ட வச்சுக்கோயே என்ன ഇത് അത് എത്ര ഉണ്ടാവും? 2.5. അതില് അതെ വേണ്ട இதுக்கு விலை மதிப்பில்லை. அது ரோலா இருந்தாலும் இது வந்து ஸ்படிகம். அதுக்கு கடவுளை பிரார்த்திச்சுட்டாங்க. இது கோடு தந்தேன், இது அவள் எனக்கு தந்தது. സ്നേഹമാണ് വലിയത്, அதுக்கு വില இல்லை. വില ഭയങ്കര ജാസ്തി. நான் ஒரு காரியம் பண்ணிட்டேன், இந்த மாலையோட விலை என்னன்னு நீ ചോദിക്കുന്നു. ஏண்டா என் கோடி சொத்தை எல்லாத்தையுமே கொடுத்துட்டேன், ഞാൻ എല്ലാം കൊടുത്തു കഴിച്ചു, പിന്നെന്താ ബാലചേട്ടൻ പാപ്പരുത്. ഈ വീഡിയോയില് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ബാലയുടെ ഒരു ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുന്നത് ബാല പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ബാലയുടെ എല്ലാ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം കോകിലയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. തൻ്റെ പേരിൽ 1 രൂപ പോലും ഇല്ല എന്നൊരു സാധനം ബാല ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാലൻ്റെ കേസാണെങ്കിലും ഈ നമുക്ക് റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ജയൻ രവിയുടെ കേസാണെങ്കിലും ഇത് രണ്ടിലും ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവരുടെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവരുടെ എക്സ് ഭാര്യമാർ പുറകെ നടക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു സാധനം രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഇങ്ങനെ പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ പറയും ജയൻ രവീൻ്റെ സൈഡ് ശരിയാണ്, ജയൻ രവീൻ്റെ ഭാര്യ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ പറയും ഇവിടെ എലിസബത്ത് ഒന്നും ചെയ്തിട്ടില്ല, എലിസബത്തിൻ്റെ കാര്യം നോക്കി നടക്കുകയാണെന്ന്. ഞാൻ ബാലേൻ്റെ എക്സ് വൈഫുമാർ പറയുന്നില്ല, കാരണം അവർ ചോദിച്ചില്ല എന്താ കോൺവെർസേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടത് വഴി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലയുടെ എക്സ് വൈഫ് അവരുടെ കാര്യങ്ങൾ നോക്കി എൻഗേജ്ഡ് ആയിട്ട് അവരുടെ സൈഡിൽ കൂടെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ മണി ഭയങ്കര മാറ്റേഴ്സാണ് ചില റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളൊരു കമ്മിറ്റഡ് അല്ലാത്ത റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് വരുന്ന സമയത്ത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഓരോ പരിപാടികൾ. അതിൻ്റെ ഒരു വേറെ വേർഷനാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കിട്ടിയിട്ടുള്ള ഗോൾഡ് ഡൗറി പോലെയുള്ള സാധനങ്ങൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുക, പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുക. അത് ചിലപ്പോൾ എന്താ പുരുഷന് നഷ്ടപരിഹാരമല്ലേ, കുട്ടികളുടെ ചിലവ് ഫൈൻ, അത് ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമാണ്, ഞാനവിടെ മാറ്റി വെക്കുന്നു ഇത്. അപ്പം ഒരു പൈസക്കാരനായ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ കുറ്റമായി പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. എന്താണ് എൻ്റെ പൈസ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ പൈസയിലാണ് അവളുടെ നോട്ടം, എൻ്റെ പൈസയിലാണ് അവളുടെ കണ്ണ് എന്നൊക്കെ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പറയുന്ന സമയത്ത് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് ഇത് വിശ്വാസം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ ജയൻ രവി പോലെയുള്ള ആൾ വന്ന് സംസാരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാ വ്യക്തികളെയും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം പുള്ളീൻ്റെ പൈസ എടുക്കാൻ വേണ്ടി ശ്രമിച്ച് എന്ന് വെച്ചാൽ കൈ അടത്തിക്കൊണ്ട് ആ പൈസ വെച്ചുകൊണ്ട് പുള്ളീനെ പലതും ചെയ്യുന്നു എന്ന തരത്തിലുള്ള കാര്യം വന്ന സമയത്ത് സ്ത്രീ മണി അത് ഇത് കണക്ട് ചെയ്ത് സംസാരിക്കൽ ഭയങ്കരതാണ്. ഞാൻ പറയുന്നത് ഏത് സാധനങ്ങളും അതിപ്പോൾ ഒരു കുഞ്ഞു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും പറയുന്ന സമയത്ത് വിത്ത് പ്രൂഫോട് കൂടി പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും. ഞാൻ ഒരു ചോദ്യം മലയാളികൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇന്നാണോ കോടീശ്വരൻ, ജനിച്ചപ്പോഴാണോ കോടീശ്വരൻ? പിന്നെ എന്തിനാ സാധാരണ ഒരു ഓട് വീട്ടിൽ ഞാൻ പോകണം? ഞാൻ എന്തിനാ പോകണം? ആവശ്യമുണ്ടോ? അവിടെ തന്നെ എന്താ പോയിന്റിൽ ക്ലിയർ അല്ലേ? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ട്രൂ ലവ്. അപ്പം ആരെ പറ്റിച്ച്? ആരെ പറ്റിച്ച്? എനിക്ക് വേണമെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പ് ഓണറുടെ എന്ത് വേണമെങ്കിലും ആവാമല്ലേ, മിനിസ്റ്ററോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് വേണമെങ്കിലും ആവാമല്ലോ. ഇമോഷൻ വേണ്ട, ഇനി നല്ല ദിവസം. എല്ലാവരുടെയും ഈ ഒരു സാധനം ബാല പറഞ്ഞത് കുറേ ആൾക്കാരെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി ആക്ടിങ് ഫീൽഡിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്താണ് ഒരു റിയാലിറ്റി ഷോയിൽ പോകുന്നതും ആ റിയാലിറ്റി ഷോയിൽ വന്നിട്ടുള്ള ബാലയുടെ എക്സ് വൈഫുമായിട്ട് പ്രണയത്തിലാവുന്നു, അത് കല്യാണത്തിലോട്ട് പോകുന്നു. ബാല ഈ പെർട്ടിക്കുലർ എക്സ് വൈഫിനെ കല്യാണം കഴിക്കുന്ന സമയത്തുണ്ടായിരുന്ന എക്സ് വൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ, അവരുടെ സാഹചര്യം, ഈവൻ ഷോ അവർ തന്നെ പറയുന്നുണ്ട്, ഷോയിൽ വരാൻ വരെ ഞാൻ കടം എടുത്തുകൊണ്ട് വന്നൊരു സിറ്റുവേഷൻ എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് ഭയങ്കര സ്റ്റാറായി നിന്ന ബാല ഈ പെർട്ടിക്കുലർ പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്നത്. അന്നത് വലിയ ഡിസ്കഷനായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു ഇത് പോയിട്ടുണ്ട്, എന്തിന് ബാലയ്ക്ക് എത്ര എങ്ങനെ, അതാണ് ബാല ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനം.
അന്നും എൻ്റെ കഴിവിനും എൻ്റെ ആസ്തിക്കും അനുസരിച്ച് എനിക്ക് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ടും ഞാൻ ഈ കാറ്റഗറിയിലുള്ള 2 വ്യക്തികളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ ഐ ഗീവ് മോർ പ്രയോറിറ്റി ടു ലവ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ്. പല പറഞ്ഞ ഈ സാധനത്തിന് 100% ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ലവ് എന്ന് പറയുന്നൊരു സാധനം എപ്പോൾ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് മാറാം. എപ്പോൾ വേണമെങ്കിലും അതൊരു വയലൻസിലോട്ട് പോവാം. ഇപ്പോൾ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ആൽക്കഹോളിൻ്റെ ഭാഗമായിട്ട് ലിവറിന് ഡാമേജസ് വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ആൽക്കഹോളിക് വ്യക്തി ആൽക്കഹോൾ അധികമായി കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവൃത്തി ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഐ എം നോട്ട് സെയിങ് ബാലയാണ് കംപ്ലീറ്റ് മിസ്റ്റേക്ക് എന്നല്ല പറഞ്ഞത്. ചിലപ്പോൾ ബാലയുടെ ഒരു ആൽക്കഹോളിക് സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ട്നേഴ്സാണ് ഇവരെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ആൽക്കഹോളിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം ബാല എന്തൊക്കെ തരത്തിലുള്ള ഫിസിക്കൽ വെർബൽ അബ്യൂസസ് ഇവരുടെ അടുത്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ കല്യാണം കഴിച്ചത് ആത്മാർത്ഥ സ്നേഹമെന്ന് കരുതി അത് കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടീനെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ച് ഡിസ്കഷനായി വലിയൊരു വിഷയമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് കെട്ടിയത് ഇതുകൊണ്ടാണെന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. അതും ഒരു റിയാലിറ്റിയാണ്. எனக்கு ஒரே ஒரு விஷமம் தான், இது நீங்கள் போடுங்க. நான் ஒரு மனுஷன் മരിച്ച് തിരിച്ച് ജീവിതം തന്നത് ദൈവം. ഞാൻ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് കാശല്ല, സ്നേഹം മാത്രം. എന്നെ സ്നേഹിച്ചാൽ എൻ ജീവൻ വരെ ഞാൻ കൊടുക്കും. എന്നെ ഉപദ്രവിച്ചാൽ പിന്നെ ദൈവം നോക്കിക്കോളും. ഞാൻ വസ്തുവല്ല, ഞാൻ ബിസിനസ് പ്രോഡക്റ്റ് അല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചത്തുപോയാൽ 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 ചോദിച്ചാൽ വേദനിക്കുന്നുണ്ട്, ரொம்ப വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി നിൽക്കുന്ന ആളാണല്ലോ കോകില. ബാലചേട്ടൻ്റെ സ്വത്തിന് എത്ര രൂപ കോകിലയ്ക്ക് കൊടുക്കും? എല്ലാം കൊടുത്തു. നല്ല ചോദ്യം, നല്ല ചോദ്യം, നല്ല ചോദ്യം. ഇത് 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 സൂപ്പർ ചോദ്യം ഉണ്ടാ. ഉൻ പേരെന്നെ ഞാൻ പറയട്ടെ, എല്ലാ സ്വത്തും കോക്കിലാക്ക് കൊടുത്തു. 250 കോടി എല്ലാ സ്വത്തും കോക്കിലാക്കും എൻ്റെ അമ്മയ്ക്കും. ഞാൻ പാപ്പറാണ്. എല്ലാ സ്വത്തും കോകിലയ്ക്ക് കൊടുത്തെങ്കിൽ നന്നായി, നല്ലത്. താങ്കൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള താങ്കളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ താങ്കളുടെ ഫോർ ഫാദേഴ്സ് തന്നിട്ടുള്ള പ്രോപ്പർട്ടി അത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ബാലയുടെ മാത്രം ഇഷ്ടമാണ്. അത് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്നൊന്നും പറയാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം സൊല്ലട്ടുമാ, ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു എല്ലാവർക്കും വേണ്ടത് പണമാണ്, എല്ലാ വ്യക്തികൾക്കും വേണ്ടത് പണമാണ്. പണം അല്ലാണ്ട് മനുഷ്യന്മാർക്ക് വേണ്ട ഒരുപാട് ഫീലിങ്സുകൾ ഈ ലോകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇനി അങ്ങോട്ടുണ്ടാവുന്ന ഡിസ്കഷനിൽ ലൈക്ക് ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ സാധനം എന്ന് പറയുന്നത് ഈ പണം തന്നെയാണ്. പണം തന്നെയാണ്. ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മുമ്പ് വരെ ബാലയുടെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഭയങ്കരം ഒരു വിവാദമായി ഡിസ്കസ് ചെയ്യേണ്ട ചർച്ചയിലോട്ടൊന്നും ഓപ്പോസിറ്റിലെ വ്യക്തികളുടെ അലിഗേഷൻസ് പുള്ളി ഇൻഡയറക്ട്ലി പറഞ്ഞു പോകാമെന്നല്ലാണ്ട് ഈ ഒരു പണത്തെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് പണം ഹൈലൈറ്റ് ചെയ്യും എന്നുള്ളത് ഷുവറാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു സാധനം, തെറ്റ് അത് ആര് ചെയ്താലും മുകളിലൊരു ശക്തി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ അതങ്ങ് കൊടുത്തോളും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ലൈഫിലോട്ട് തിരിച്ചു വന്നത് അതൊക്കെ ബാലയുടെ വിശ്വാസമാണ്. വിശ്വാസത്തെ ഞാൻ ഒരിക്കലും എടുത്തു പറയുന്നില്ല. ഇപ്പോൾ മുകളിലൊരു ശക്തിയിൽ ബാല ഭയങ്കര വിശ്വസിക്കുന്നുണ്ട്. ആ ശക്തി ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. ഒരു നാൾ ഇതിൻ്റെ സത്യം പുറത്തു വരും. പിന്നെ ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ മാത്രം അത് പറയാൻ പറ്റില്ല. ലൈക്ക് എല്ലാവരും ഒരുപോലെ ഈക്വലി അല്ലെങ്കിൽ ഒരു പടി മിസ്റ്റേക്സ് ഉണ്ടാവും. ഞങ്ങളെ ഉപദ്രവിക്കാതിங்க, ഞങ്ങളെ വെറുതെ വിടുங்க. ഞാൻ സിനിമ അഭിനയിക്കാൻ പോവാ. ഇന്നലെ എൻ്റെ ശനി തീർന്നു. കറക്റ്റ് 26-ാം തീയതി. ഇന്ന് 27 എൻ്റെ ഭാര്യയുടെ പിറന്നാൾ. ഇന്ന് ശുക്രദശ സ്റ്റാർട്ട് ആവുത്. എന്നെ വെച്ച് പടം ചെയ്താൽ എല്ലാവരും നന്നായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ 2 പേരും எல்லாருக்கும் நாங்கள் ஒரு ரிக்வெஸ்ட் பண்ணுறோம். எல்லாரும் ரிக்வெஸ்ட் பண்ணுறோம். ഞാനും എൻ കുടുംബവും യാർക്കും ദ്രോഹം പണല്ല, നന്മ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ ചില നേരങ്ങളിൽ ഈ പുള്ളി പറയുന്ന ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ തന്നെ തിങ്ക് ചെയ്യലുണ്ട്, എവിടെയോ എന്തോ ഒരു കിറി പോയിട്ടുണ്ടോ എന്ന രീതിയിൽ. കാരണം
ഞാൻ ഈ ഒരു സാധനത്തെ മാത്രമല്ല ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കോമൺ ആയിട്ട് പറയാം. ഇപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അവർക്ക് രണ്ട് പേർക്കും നല്ല രീതിയിൽ ഫ്രണ്ടോട്ട് പോകാൻ തോന്നുന്നില്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമേ അല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം സന്തോഷവും സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അത് കിട്ടാത്തൊരു സ്റ്റേജ് വരുന്ന സമയത്ത് അത് പാർട്ട്ണർ ആണെങ്കിലും എന്ത് കൈൻഡ് ഓഫ് കണക്ഷൻസ് ആണെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിൽ ഫ്രണ്ടോട്ട് പോകാമെന്നുള്ളൂ. അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് കരുതി പുറകെ പോയി ശല്യം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വന്ന് ശല്യം ചെയ്യുക, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാല പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടോട്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാലയ്ക്ക് ഏതൊരു കോള് വന്നതിന് ശേഷമാണ് ബാല ഇങ്ങനെ റിയാക്ട് ചെയ്തത്. അത് എന്ത് കോളാണ്, ലീഗൽ കോളാണോ അല്ലാത്ത ഫേക്ക് കോളാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ബാലയും അവരുടെ മുമ്പുള്ള പാർട്ട്നേഴ്സും സെപ്പറേറ്റഡ് ആയി, രണ്ടുപേരും ഹാപ്പിയായി ജീവിക്കുകയാണ്. അത് ഒരു എൻഡിലോട്ട് എത്തിച്ചൂടെ? ഇപ്പോൾ ഡിവോഴ്സിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് രണ്ടുപേരും മ്യൂച്വലി സംസാരിച്ച് അവർ ഓക്കെ അല്ലെങ്കിൽ മ്യൂച്വലി കൺസെൻറ്റ് കൊടുത്ത് ഗെറ്റ് സെപ്പറേറ്റഡ്. അല്ലാണ്ട് വെറുതെ ഈ കോടതിയിൽ പോയിട്ടൊരു ഡിബേറ്റാക്കി ഡിസ്കഷനാക്കി ചർച്ചയാക്കി അതാക്കി ഇതാക്കി വിഷയമാക്കേണ്ട ആവശ്യം എന്താ? ആ വിഷയമാക്കും എപ്പം നമ്മൾ കുറേ കാലമായിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലോ വെർബലോ അല്ലെങ്കിൽ ഇനി വേറെ സെക്ഷൽ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അബ്യൂസ് അനുഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളിതൊരു ഇതാക്കും. എന്തിനാണ് അബ്യൂസിന് നമ്മൾ നിൽക്കുന്നത്? എന്തിനാണ് ഇത് ഇത്രയും കാലം സഹിച്ച് നിൽക്കുന്നത്? എന്തിനാണ് ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും. പക്ഷേ എത്ര സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഫുള്ളി ഈ തരത്തിലുള്ള അബ്യൂസ് ആണെങ്കിൽ പിന്നെ എന്തിന് ഇല്ല. ഒരു എൻ സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മെൻ്റലി ഡൗൺ ആയി, നമ്മുടെ ക്യാരക്ടർ പോയി, നമ്മൾ തന്നെ ലോസ് ചെയ്തു എന്നുള്ളത്. എന്തിനാണ് ഇതിലോട്ട് പോകുന്നത്, ഇങ്ങനെ ഇറങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കാതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ റിലേഷൻഷിപ്പിലാവുന്നത് ടു ഗെറ്റ് സെപ്പറേറ്റഡ്. ബട്ട് കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈവൻ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ ഒരു വിഷയം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിഷയം ഒന്നും അല്ലാണ്ടായി തീർന്നു. ഇപ്പം അതാ വീണ്ടും വരികയാണ്. ബാലേൻ്റെ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത കിട്ടി, അടുത്ത കിട്ടി. എന്നിട്ടും അതും ഇതിൻ്റെ ഡിസ്കഷൻ ചർച്ചയും കഴിഞ്ഞില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദിസ് വേൾഡ്? വേറെ കുറേ കാര്യത്തിൽ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് വന്നു, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും തീരെ ഡെവലപ്മെൻറ്റ്സ് വന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. നീ വേണേൽ பார்த்துக்கோ, അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ കേസ് വരും, பார்த்துக்கோ. അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അവർ കൂടുതലായിട്ടും പറയുന്നത് വാഞ്ചാട്ടി ഈ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ സമയത്ത് ഓരോ കാര്യം. அப்போ ஏன் 2 வருஷமா நான் பேசல? 2 கொல்லமாயிட்டு நான் மிண்டில்லோ, 2 கொல்லமாயிட்டு நான் மிண்டில்லோ, மிண்டியோ? இப்போ ஏன் வரேன்? ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മാത്രമല്ല വിക്ടിം, എന്നെ പോലെ കുറേ വിക്ടിംസ് ഉണ്ട്. ഓരോരുത്തർ വിളിച്ച് പറയാം, ബാലചേട്ടാ ഇത്ര പേർക്ക് ഇത്ര കോടി കൊടുത്തു, ഞങ്ങൾ കാശ് വേണ്ട, നിങ്ങൾ ന്യായത്തെ തുറന്നു പറയുമോ? പറ്റുന്നില്ലടാ, എനിക്കും പറ്റുന്നില്ലടാ തമ്പി ഞാൻ പറയുന്നു. വിധി എന്നെ പറഞ്ഞ മതി. ഈ 10 വർഷം കിട്ടാത്ത സമാധാനം എപ്പോൾ കിട്ടും? ഇനി എന്തായാലും ഈ കേസിൻ്റെ ഒരു ഓവറോൾ ആംഗിൾ, മണി ആംഗിൾ, മെൻ ആംഗിൾ, ജയൻ രവി ആംഗിൾ എന്നീ പറയുന്ന ഈ ആംഗിളിലൊക്കെ ഇതിങ്ങനെ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അന്നും ഇന്നും പറയുന്ന എൻ്റെ അഭിപ്രായം സിമിലർ, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും. ഞാൻ പറയുന്നത് ഇപ്പോൾ ബാല എന്ന് പറയുന്ന വ്യക്തി കോഹ്ലിയായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ലൈഫ് ഫ്രണ്ടോട്ട് പോട്ടെ. അതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അതിപ്പം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൂടെ? ഒരു ഇങ്ങനത്തെ ഒരു കേസിൻ്റെ ഉള്ളിൽ നിന്നാൽ തന്നെ എത്രത്തോളം ഒരു വ്യക്തിക്ക് ഹാപ്പിയായി, എത്രത്തോളം ഒരു വ്യക്തിക്ക് പീസ്ഫുള്ളായി ജീവിക്കാൻ പറ്റുന്നല്ലേ. ഇപ്പം തന്നെ പുള്ളി പറഞ്ഞൊരു സാധനം എന്താ അറിയോ? ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഇതിൽ പുള്ളി കാണിക്കുന്നുണ്ട്, ഞാൻ സൈഡിൽ കൂടെ ക്ലിപ്പ് കാണിക്കാം. ഈ കോഹ്ലിയുടെ കഴുത്തിലിട്ടിട്ടുള്ള ഈ മാലയാണ് പുള്ളിക്കാരൻ കോഹ്ലിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഗിഫ്റ്റ് ഞാൻ എൻ്റെ വൈഫിന് കൊടുത്ത ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെയോ എനിക്ക് എഗെയിൻസ്റ്റ് അടുത്തൊരു കേസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നമ്മളുടെ ഒരു കോടതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ കേസിനൊരു തീരുമാനമാവുക. അപ്പോഴേക്കും ഒരു 100 തെളിവും പോവും, 100 അതും പോവും, ഇതും പോവും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അത് നിങ്ങൾ തന്നെ പല കേസുകളും പ്രമാദമായ കേസുകളും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഉള്ളൊരു വിശ്വാസം പോയി എന്ന് പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരി തന്നെയാണ്. ലൈക്ക് ആ റിലേഷനിൽ ഹാപ്പിയല്ല, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിൽ അബ്യൂസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യുക, പുറത്ത് പോവുക. അത് മാത്രമേ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കടന്ന് കളിച്ചിട്ടോ അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ട് നിന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കടന്ന് ഇതായിട്ടോ ഒരു കാര്യമില്ല. കാരണം ഞാൻ ആലോചിക്കുന്നത് ഇന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്നും സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇതാണൊരു വിഷയം, ഇതാണൊരു ചർച്ച, ഇതാണൊരു ഡിസ്കഷൻ. ചിലപ്പോൾ പലരും ചോദിക്കും എന്തിനെതിർത്ത് സംസാരിക്കുന്നു, എന്തിനെതിർത്ത് ചർച്ച ചെയ്യുന്നു.
ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ട് തരുന്ന സമയത്ത് ഇത് ചർച്ച ചെയ്ത് സംസാരിക്കുന്നതാണോ ഇത്ര വലിയ കുറ്റം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് എത്ര കാലമായി ഞാനല്ല പറയുന്നത്, ഇവരാണ് പറയുന്നത്. അപ്പം എനിക്ക് ഓവറോൾ മനസ്സിലാക്കിയത് ഇനി ഇതൊരു പണം തട്ടിയെടുക്കൽ ടാഗ് ലൈനിലോട്ട് പോകും. ഇനി എല്ലാവരുടെയും ഒരു ടാഗ് ലൈൻ ഇതാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആയിക്കോട്ടെ, സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട നീതി എന്തായാലും കിട്ടിയേ പറ്റൂ. ഇത് മിനിങ്ങാണ് ഞങ്ങൾക്ക് കാൽ വന്നിരുന്നു. ഫ്രൈഡേ തന്നെ ഫ്രൈഡേ ഡേ ബിഫോർ എസ്റ്റർഡേ, நேற்றுல முந்தானேத்து வந்திருந்தோம். அந்த காலில் தான் ப்ரொவோக் ஆகிட்டேன் நான். அப்போ ஃபஸ்ட்லேருந்தே சொல்கிறேனே, ஆக்ஷன் இஸ் டிஃப்ரெண்ட். நான் ரியாக்ட் பண்ணுறேன். என்னை அடிக்கான்னு வந்தால் நான் என்ன சேஃப் ஆகிடும், என் குடும்பத்தை நான் காப்பாற்றணும். இதுதான் நான் பண்ணுறேன். കളിയാക്കിട്ട് പുറത്തിരുന്ന് ഒന്നും അറിയാണ്ട് വീട്ടിനകത്തിരുന്ന് ക്യാമറാവും പിടിച്ചിട്ട് അടുത്തവൻ കുടുംബത്തെക്കുറിച്ച് അടുത്തവൻ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഈ மாதிரிலாம் மீடியா கிடையாது. நீங்களுக்கான மீடியா, சேட்டலைட் சிக்னல்ஸ் மீடியா. ചുമ്മാ വീട്ടിലിരുന്നിട്ട് ഇവിടെ മൊബൈൽ വെച്ചിട്ട് അതെല്ലാം മീഡിയ അല്ല. ഇതിലൊരു സാധനം പറഞ്ഞു, എന്താണ്, വീടിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പല ആൾക്കാർ പല ജീവിതങ്ങൾ അവരുടെ ഭാര്യ എന്ത് ചെയ്തു അറിയാറ്. ഒരു കാര്യം പറയട്ടെ ബാലചേട്ടൻ്റെ ഈ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കാനുള്ളതിൻ്റെ കാരണം ബാലചേട്ടൻ്റെ ജീവിതം ബാലചേട്ടൻ കൊണ്ടുപോയി ഫ്രെയിമിലോട്ട് ഇട്ടതാണ്. അതെന്താ ബാലചേട്ടൻ ആലോചിക്കാത്തത്? ബാലചേട്ടൻ്റെ ഭാര്യയാണ്, ഭാര്യയാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ബാലചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിൽ കുറേയൊക്കെ അവരെന്തൊക്കെയോ ചെറിയ ചെറിയ പ്രൂഫ്സ് കാര്യങ്ങൾ, ചാറ്റ് സ്ക്രീൻഷോട്ട്, കോൾ പീസ്, അങ്ങനെ എന്തൊക്കെയോ പീസുകളൊക്കെ അവരിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഇപ്പം എൻ്റെ ജീവിതത്തെ പറ്റി ആരെങ്കിലും ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടോ? ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ കാണിക്കുകയായിരിക്കും ഫ്യൂച്ചറിൽ. ഞാൻ വ്ളോഗൊന്നും ചെയ്യില്ല. ഞാൻ വ്ളോഗിന് അഗെയിൻസ്റ്റ് വ്യക്തികളാണെന്നൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ ലൈഫ് ചിലപ്പോൾ വ്ളോഗായി ഇടുന്ന സമയത്ത് പലരും സംസാരിക്കും. പക്ഷേ ഇന്ന് ഈ പോയിന്റ് വരെ ഞാൻ വ്ളോഗാക്കി ഇട്ടിട്ടില്ല. ഞാൻ വ്ളോഗാക്കി സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിനെ പറ്റി പറയൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിനി ആർക്കാണെങ്കിലും. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫ് എല്ലാവരും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം അങ്ങോട്ട് ഇടുകയാണ്, എല്ലാം അങ്ങോട്ട് സംസാരിക്കുകയാണ്. അത് പേഴ്സണൽ വെക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ബാലയും അതിൻ്റെ എക്സും ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അവിടെ വിഷയം കഴിഞ്ഞു. ചിലപ്പോൾ ഇന്നും നാളെയും എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയി എന്നൊരു പോസ്റ്റർ പോയാൽ അവിടെ തീർന്നു. ഇത് കൊല്ലങ്ങളായിട്ട് നിങ്ങളിത് കളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അഭിപ്രായം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് പേര് അതെടുത്ത് സംസാരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ ബാലചേട്ടനുള്ള ആളുടെ മുമ്പിൽ ക്യാമറ വന്ന് ചോദിക്കാനൊന്നും നമുക്ക് പേഴ്സണലി പറ്റില്ല. അങ്ങനെയാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് നിന്നാൽ പോരെ. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ബാല എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തു പറയുമായിരുന്നു? ആലോചിച്ച് നോക്ക്. നിങ്ങളെല്ലാവരെയും കടന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം തെറ്റുകാർ, കുറ്റംകാർ. നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നമ്മളെല്ലാം സപ്പോർട്ടേഴ്സ് അല്ലേ? എന്തുവാടേ പ്രൈവറ്റായി വെക്കേണ്ട കാര്യം പബ്ലിക്കാക്കി ഇട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് തെറ്റ്. ഇനിയിപ്പോൾ പ്രസ് മീറ്റ് വരുമല്ലോ. പ്രസ് മീറ്റിൽ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. അതും പേഴ്സണൽ കാര്യങ്ങളാണ്. പ്രസ് മീറ്റ് വെച്ച കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലേ? എടാ ഭാവി